ഈ ഷമീർ ഷഡ്ഡിട്ട് തുള്ളാന് ഞാനല്ലട സെറ്റ് ചെയ്തത്. എന്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞ. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോവാനാവുന്നില്ല. എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് പെങ്ങളുണ്ട്. എന്താ തരാ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിട്ടോ പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എന്റെ അടുത്തുള്ളത്. കുടുതുടുക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. അത്രയും 5-6 മാസം തിന്നിട്ടോ എന്താണ് പറഞ്ഞത് ജാസിക്ക് പ്രൊമോഷൻ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? 10 മണി 11 മണിക്ക് എണീക്കണം, ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്, വെള്ളം തിളപ്പിക്കണം, അരി കഴുകണം, പരിപ്പ് വേവിക്കണം. ഇതിന്റെ ഇടയിൽ ഓന്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടോണം. പിന്നെ അതിന്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല, അടിമക്കണ്ണെന്നാണ്. അങ്ങനെ ഞാൻ ചെയ്തടാ, കഷ്ടപ്പെട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത്. അതിന്റെ ഇടയിൽ കുറച്ച് പ്രൊമോഷൻ വന്നിട്ടാ. എനിക്ക് ആകെ വന്ന പ്രൊമോഷൻസ് എത്രയാടാ? 1 മാസം എന്റെ വീട്ടിലേക്ക് 1 മാസം കൊടുക്കണം 12,000 രൂപ കുറിക്ക് മാത്രം. ഓരോ കാറ്റിനോട്ടിട്ട് നമ്മളൊന്നും വലിയ റിച്ചോ പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എന്റെ മാമനല്ലേ ടാറ്റ, എന്റെ അളിയനല്ലേ ബിർള, എന്റെ അമ്മായിയല്ലേ ലീല കെംപൻസ്കി. പോയി അലക്കട അതാക്കട ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട പറഞ്ഞിട്ട് ഇതേപോലെ പല സമയത്തിലടാ. ഇതേപോലെ പല സമയത്ത് എനിക്ക് 1 മാസം വരുമ്പോൾ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. സ്പിൻ വീലിന്റെ ആ ബെയറിംഗ് ശരി. ഇപ്പൊ പച്ചക്കള്ള എന്തിനാ പറഞ്ഞ ആ സ്പിൻ വീല് ശരിയാക്കിയ നീ അതാ ഞാനാണടാ. എടാ ഞാനാണടാ സ്പിൻ വീല് ശരിയാക്കി. എന്തിനാടാ കള്ളത്തരം പറഞ്ഞു ഉളുപ്പില്ലാത്തവൻ? അത് എവിടെ കറങ്ങണം എവിടെ നിക്കണം എന്ന് നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തില്ലടാ. ശരിയാണോടാ ഈ കേട്ടത്? ഇവൻ പറഞ്ഞത് ശരിയാണോന്ന് പറയടാ. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാടാ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എടാ എത്രത്തോളം നിനക്ക് ചാക്കിട്ട് വാരി നിനക്ക് ഇതാക്കാൻ പറ്റൂടാ. വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയേല ഈ വടിവാൾ പ്രാചീനെ. പോയിക്കോടാ നിന്റെ വൺ ഡേ എന്ന് പറയുന്ന ആ സാധനം. നിന്റെ വൺ ഡേ എന്ന് പറഞ്ഞത് നിങ്ങൾ ഇതിൽ എനിക്ക് ഹെയ്റ്റ് തന്നാലും വേണ്ട എന്ത് തന്നാലും വേണ്ട. നിന്റെ വൺ ഡേ എന്നുള്ള സാധനം എടാ ഇത് ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീയോടാ. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.